നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 12-ാം തീയതി, 1201 ആണ്ട് കന്നിമാസം 26-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് മകയിരൻ നക്ഷത്രമാണ്. മകയിരൻ നക്ഷത്രം നക്ഷത്രങ്ങളിൽ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന നക്ഷത്രങ്ങളിലൊന്നാണ്. അപ്പോൾ ശുഭനക്ഷത്രമാണ്. ശുഭദിനം ഞായറാഴ്ച ശരിക്ക് പ്രപഞ്ചനാഥനായ സൂര്യഭഗവാന്റെ ദിവസമാണ്. സൂര്യനാണ് ശരിക്ക് സ്ഥിരതയുള്ളത്. പ്രപഞ്ചനാഥനാണ്. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെയാണ് ബലം വയ്ക്കുന്നത്. ആ സൂര്യൻ നക്ഷത്രദേവനാണ്. സൂര്യൻ്റെ ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രവും അനുകൂലപ്രദമാണ്. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമാണ്. അതുപോലെ കന്നിമാസത്തിലെ അവിട്ട നക്ഷത്രം, കന്നിമാസത്തിലെ മകയിരൻ നക്ഷത്രം, അവിട്ടമല്ല മകയിരൻ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ മകയിരൻ നക്ഷത്രക്കാർക്ക്, കന്നിമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷം നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി, പ്രശസ്തി ഉണ്ടാവും. പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന സഫലീകരിക്കാൻ ഇടവരും. ശത്രു ജയം ഉണ്ടാവും. പോകുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യതകൾ വന്നു ചേരും. ഇതിനൊക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വർഷവും നമുക്ക് കിട്ടേണ്ട ഫലം യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, രാവിലെ എണീറ്റ് എല്ലാ ദിവസവും സൂര്യഭഗവാനെ തൊഴണം. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുമ്പോഴോ നമ്മളുടെ ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും ഒരു ദൈവത്തിൻ്റെ വിശ്വാസം ഉണ്ടാവും. ആ ദൈവമായി സങ്കല്പം ചെയ്തുകൊണ്ട് പ്രപഞ്ചനാഥനായ സൂര്യനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ സൂര്യനിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മളെ ബോഡി സ്വീകരിക്കും. നമ്മളിൽ നിൽക്കുന്ന സൂര്യൻ്റെ എല്ലാ ഗ്രഹങ്ങളും നമ്മളിൽ തന്നെ ഉണ്ട്. ആ സിസ്റ്റം ഡെവലപ്പാവും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം വരുന്നത് തന്നെ 4:37 തൊട്ട് രാഹുകാലം തുടങ്ങും. 6:06 വരെ ഉള്ളൂ. വെറും 6-7 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മളുടെ കലണ്ടറിലെ രാഹുകാലവുമായിട്ട് അടുപ്പിച്ച് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഗുളികൻ്റെ ബന്ധം വരുന്ന കാലഘട്ടം 3:08 തൊട്ട് 4:37 വരെയും, യമകണ്ഠ കാലസമയം വരുന്നത് 12:11 തൊട്ട് 12:40 വരെയും. ഇപ്പോൾ ഈ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യമകണ്ഠ കാലവും ഗുളിക കാലവും അല്ലെങ്കിൽ രാഹുകാലവും ഒക്കെ ആയിട്ട് 10-11 മിനിറ്റിൻ്റെ വ്യത്യാസങ്ങളെ ഈ സമയത്ത് വരുന്നുള്ളൂ. വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:47 തുടങ്ങി 12:35 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അല്ലാതെ തന്നെ നമുക്ക് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്. അഭിജിത്ത് മുഹൂർത്തവും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റോസ് കളറ്, താമരപ്പൂവിൻ്റെ കളറ്, ചുടുകല്ലിൻ്റെ കളറ്, റെഡ് മിക്സ് ആയിട്ടുള്ള കളറെല്ലാം നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്താം. കാരണം സൂര്യൻ്റെ കിരണങ്ങൾ നമ്മളിലേക്ക് പതിച്ച് പോസിറ്റീവായിട്ട് വലിച്ചെടുക്കാൻ സഹായിക്കും. ഇപ്പം ഇന്നത്തെ ദിവസം സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.